നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന വാർത്ത കാന്തപുരം അബൂബക്കർ ഉസ്താദിന്റെ ഓഫീസ് അറിയിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ചില വ്യത്യസ്തമായ നിലപാടുകളുമായി രംഗത്ത് വന്ന് ഇത് കാന്തപുരം ഇടപെട്ടതായതുകൊണ്ട് തന്നെ നടക്കരുതെന്ന് ആഗ്രഹിച്ച കുറച്ച് കുബുദ്ധികൾ ഈ മതത്തിന്റെ പരിസരത്തിനകത്തുമുണ്ട്, അതിന് പുറത്തുമുണ്ട്. അത്തരക്കാരെ കൂടി ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. അതിനെ ഇന്നത്തെ ഭാഷയിൽ, ഇന്നത്തെ കാലത്തിന്റെ ഒരുപക്ഷെ നമുക്കിഷ്ടമല്ലെങ്കിൽ പോലും ആ ഭാഷയിൽ വിശദീകരിച്ചാൽ, ഒരു മുസ്ലിമായ കാന്തപുരം ക്രിസ്ത്യാനിയായ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നു, മറ്റൊന്ന് സുന്നിയായ കാന്തപുരം വേറൊരു മതത്തിൽപ്പെട്ട ആളിനെ മോചിപ്പിക്കുന്നു. ഇത് രണ്ടും സഹിക്കാൻ കഴിയാത്ത കുറച്ചാളുകൾ കുറേ ദിവസങ്ങളായി വ്യത്യസ്തമായ അഭ്യാസങ്ങളുടെ പെരുമഴകൾ തീർക്കുകയായിരുന്നു. അതിൽ വളരെ പരിണിതപ്രജ്ഞരായ നമ്മുടെ ഹുസൈൻ സലഫിയും റഫീഖ് സലഫിയും ഒക്കെ അടക്കമുള്ളവർ ഇതിനെ വിചാരണ ചെയ്ത് ഇത് കാന്തപുരത്തിന്റെ ഇടപെടൽ തന്നെയാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ദണ്ഡവാദങ്ങളും വിദണ്ഡവാദങ്ങളും ഉയർത്തിയെന്ന് മാത്രമല്ല, നൌഷാദ് അഹ്സനിയെപ്പോലെയുള്ള അവരൊരു കാലത്തും അംഗീകരിക്കാത്ത, ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത അത്തരം പ്രഭാഷകരെയൊക്കെ കൂട്ടുപിടിച്ചാണ് ഹുസൈൻ സലഫിയൊക്കെ അത് വ്യാഖ്യാനിക്കാൻ ഇറങ്ങിയത്. എന്റെ ബഹുമാന്യനായ ഹുസൈൻ സലഫിയെ, താങ്കൾക്കൊരു സമൂഹം നൽകുകയോ അല്ലെങ്കിൽ ഒരു സംഘടന നൽകുകയോ അല്ലെങ്കിൽ ഒരു നാട് നൽകുകയോ ഒക്കെ ചെയ്യുന്ന ഒരു നിലയ്ക്കും വിലയ്ക്കുമൊക്കെ സ്വന്തം നിലയിൽ കൂടി യോഗ്യമായ ചിന്തകൾ ചേർത്ത് വെക്കണ്ടേ? യഥാർത്ഥത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ആഖിറവുമായി ബന്ധപ്പെട്ടോ പരലോകവുമായി ബന്ധപ്പെട്ടോ ഖുർആനിന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടോ ഹദീസിന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല. ഞാൻ ഈ അന്ധരായി നിൽക്കുന്ന എല്ലാ സംഘടനാ മുസ്ലിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതിന്റെ വിഷയവും ഇവർക്കിടയിലുള്ള തർക്കവും ഖുർആനികവും ഹദീസും സ്വർഗവും നരകവും ഒക്കെയാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒരു പൊടിക്കൈക്ക് പ്രയോഗിക്കുന്നത് മാത്രമാണ്. ഇവരുടെ വിഷയം അധികാരത്തിന്റെ പ്രശ്നമാണ്. ഇവരുടെ വിഷയം ആര് ഷൈൻ ചെയ്യുന്നു എന്നുള്ള പ്രശ്നമാണ്. ഇപ്പൊ കാന്തപുരം അബൂബക്കർ ഉസ്താദ് ഈ വിഷയത്തിൽ ഷൈൻ ചെയ്തപ്പോ അത് സഹിക്കാൻ കഴിയാതെ എന്റെ വാട്സപ്പ് മെസ്സേജുകളിലൊക്കെ എത്ര ആളുകളാണ് എല്ലാ ദിവസവും വിചാരണ ചെയ്യുന്നത്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പോലും ആദ്യം ചോദ്യം ചെയ്തത് ഈ കത്തിന്റെ വാട്ടർമാർക്കിനെ കുറിച്ചാണ്. ഈ വാട്ടർമാർക്ക് എവിടുന്ന് വന്നു? അത് അറബിലും അല്ലാതെയും ഒക്കെ എഴുതി പലർക്കും അയച്ചു കൊടുത്തു. പിന്നെ കുറെ ആളുകൾ ഈ മരണപ്പെട്ട മനുഷ്യന്റെ സഹോദരന്റെ പേജിന്റെ അടിയിൽ ചെന്ന് മലയാളത്തിൽ എഴുതി മറിച്ചു. അത് അങ്ങനെ ചെയ്ത് കളയരുത്, ഇങ്ങനെ ചെയ്ത് കളയരുത് ഉപയോഗിക്കുന്നു. ഇതിന്റെ എല്ലാം ഒരു പിണക്കം എന്താ? ഇതിന്റെ ഒരു കെറുവെന്താ? കാന്തപുരം അബൂബക്കർ ഉസ്താദാണ് എന്നതാണ് ഇതിന്റെ ഒരു പിണക്കം. ഇനി ഇത് ഒരു വശത്ത് ഇതിനകത്തുള്ളവരുടെ പ്രശ്നമാണ്. എനിക്കിങ്ങനെ നിരന്തരം വ്യാഖ്യാനമായിരുന്നു. ഞാൻ അവരോടൊക്കെ ചോദിച്ചു, ഇത് ഒരു മനുഷ്യൻ ഇടപെട്ടു, ആ ഇടപെട്ടത് ആ രാജ്യത്തിന്റെ സാധ്യത വെച്ചാണ്, അത് മുഹമ്മദീയൻ ലോയിലുള്ളതാണ്, അത് ഉപയോഗിച്ച് അദ്ദേഹം ഇടപെട്ട് രക്ഷപ്പെടുത്തുന്നതിന് നിങ്ങൾക്കെന്താ വിഷമം? നിങ്ങളല്ലല്ലോ മാപ്പ് കൊടുക്കേണ്ടത്, നിങ്ങളല്ലല്ലോ വേറെന്തെങ്കിലും സെറ്റിൽ ചെയ്യേണ്ടത്. കൊല്ലപ്പെട്ടവന്റെ കുടുംബമല്ലേ, അവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ. അവർക്ക് അങ്ങനെയല്ല. അന്നേരത്തെ ഒരു മൂഡ് വെച്ച് അവർക്ക് ഈ പറയുന്നത് പോലെ നിമിഷപ്രിയയും തൂക്കിക്കൊല്ലണം, കാന്തപുരം അബൂബക്കർ ഉസ്താദിനെയും തൂക്കിക്കൊല്ലണം. ഇതായിരുന്നു അവരുടെ സംഗതി. ഇനി ഇതൊരു വിഭാഗം, ഇതകത്തുള്ള വിഭാഗം. എന്നാൽ ഇക്കാര്യത്തിൽ വളരെ വേറിട്ട നിലപാട് സ്വീകരിച്ച ചില ആളുകളുമുണ്ട്. ഇല്യാസ് മൗലവിയെ പോലെയുള്ള ചില ആളുകൾ ഇതിനകത്ത് ബാക്കിയുള്ള തർക്കങ്ങളെല്ലാം പറഞ്ഞെങ്കിലും ഒരു മനുഷ്യൻ ഇടപെടുന്ന കാര്യത്തിൽ അദ്ദേഹത്തിനോട് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളും മുനവർ അലി ശിഹാബ് തങ്ങളും ഒക്കെ അടങ്ങുന്ന സമസ്തയുടെ നേതാക്കൾ അടക്കമുള്ളവർ, ലീഗിന്റെ നേതാക്കൾ അടക്കമുള്ളവർ ഇതിന് അദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഒരു മനുഷ്യൻ ഇടപെട്ട ഒരു നന്മ കണ്ടു. പക്ഷെ കുറച്ചു പേർക്ക് ഇതൊരു കാരണവശാലും പറ്റൂല എന്നുള്ള നിലപാടാണ് ഈ പറയുന്ന വിസ്ഡം സലഫി പോലെയുള്ള, മറ്റേ സലഫി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതെല്ലാം കൂടെ തമ്മിൽ കുഴഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് വ്യക്തമല്ല. ഏതായാലും ഇവരാണ് അതിലേറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് ഇതിനെ വ്യാഖ്യാനിച്ചത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നിരാശയും ഒരുപക്ഷെ അതുകൊണ്ട് അവർക്കായിരിക്കും. ഈ തലാലിനെ കൊന്ന പ്രതിയെ കൊല്ലണമെന്നതിനേക്കാൾ ഉപരി കാന്തപുരം റെഡിയായി വരുന്നതിലുള്ള വിഷമമായിരിക്കും ഏറ്റവും കൂടുതൽ. അടുത്ത രണ്ടാമതൊരു വിഭാഗം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ അരിഫ് ഹുസൈനെ പോലെയുള്ള പരനാറികളും പ്രതീഷ് വിശ്വനാഥിനെ പോലെയുള്ളവരുമൊക്കെ. അവരുടെ ആവശ്യം എന്താണ്? ഈ പറഞ്ഞ ഒരു സംഗതി, അതായത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിയെ രക്ഷപ്പെടുത്തുന്നത് സഹിക്കാൻ കഴിയാത്ത കെവിൻ പീറ്റർ, പ്രതീഷ് വിശ്വനാഥ്, പിന്നെ കൃഷ്ണരാജ് ഉണ്ടോയെന്ന് ഞാൻ മറന്നുപോയി. ഇനിയിപ്പോ പോയി നോക്കാനൊന്നും പറ്റുന്നില്ല. ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് ആരിഫ് ഹുസൈൻ. അവർക്കെല്ലാം അറിയേണ്ടത് ഉസ്താദിന്റെ കൂത്തി ബന്ധമാണ്.
ആരിഫൊക്കെ ഒന്നാം തരം കൂത്തിയാണല്ലോ. അതുകൊണ്ട് ഹൂത്തി ബന്ധം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അവരുടെ വിഷമം. അവരുടെ വിഷമം എന്താ? അവരുടെ വിഷമം ഒരു ജീവൻ രക്ഷപ്പെടുന്നതിലൊന്നുമല്ല. അവരൊരു തിരക്കഥയും ഒരു നറേറ്റീവും ഒക്കെ തയ്യാറാക്കിയിരുന്നത്, അതായത് ഒരു മുസ്ലിം രാജ്യത്ത് തൂക്കിക്കൊല്ലുന്ന ഒരു ക്രിസ്ത്യൻ വനിത എന്ന് പറഞ്ഞ് കത്തിക്കാനിരുന്നതായിരുന്നു ഇതെല്ലാം. പിന്നെ അതിന്റെ കൂടാതെ നമ്മുടെ പണിക്കർ അദ്ദേഹത്തിന്റെ നീതിബോധം പതിവെങ്ങുമില്ലാത്ത വിധം പണിക്കർ സാറിന്റെ നീതിബോധം തൂങ്ങിയാടി 2-3 ദിവസങ്ങളോളം. അതായത് ആ കൊല ചെയ്യപ്പെട്ടവന്റെ അവകാശത്തെക്കുറിച്ച്, ആ കൊല്ലപ്പെട്ടവന്റെ നീതിയെക്കുറിച്ച് പണിക്കർ വല്ലാതെ വാചാലനായി. പണിക്കർക്ക് നമ്മളിലെ സാധാരണ നെയ്യപ്പം തിന്നുമ്പോൾ 2 കാര്യം: വിശപ്പ് അടങ്ങും, എണ്ണയും തൂക്കാമെന്ന് പറഞ്ഞതുപോലെ 2 ലക്ഷ്യങ്ങളാണ് പണിക്കർ അദ്ദേഹം കണ്ടിരുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞൊരു മുസ്ലിം ക്രിസ്ത്യാനിയെ രക്ഷപ്പെടുത്തുന്നു എന്നുള്ള ഒരു പ്രശ്നം. രണ്ടാമത്തത്, അവിടെ ഇവർ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടാലുണ്ടാകുന്ന ഒരു സന്തോഷവും ഒക്കെ കാത്തിരിക്കുമ്പോഴാണ് കാന്തപുരം ഉസ്താദിന്റെ ഈ ഇടപെടൽ വന്നത്. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് വിഷമിക്കാം എന്നതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി.